ലോക യുവജന സംഗമത്തിനെത്തിയ യുവജനങ്ങളുടെ ഇടയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെപ്പറ്റി ബോധവൽക്കരണം നടത്താനുള്ള പദ്ധതികളുമായി ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ എ ടു ദ ചർച്ച് നീഡ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഓരോരുത്തരുടെയും രാജ്യങ്ങളിൽ പീഡിത സഭയ്ക്ക് കൈത്താങ്ങായി മാറാൻ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ACN ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. ലോകമെങ്ങുമുള്ള പീഡിത സഭയെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എക്സിബിഷൻ. ലിസ്ബണിലെ ആർ ലേഡി ഓഫ് മാർട്ടിയേഴ്സ് ദേവാലയത്തിലായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. ലോകമെങ്ങും നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളിലേക്ക് ആഗോള യുവജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം ഒരുക്കിയത്. പീഡിത ക്രൈസ്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, തീവ്രവാദികളുടെ അധിനിവേശത്തിനും ആക്രമണത്തിനുമെതിരെ സ്വരമുയർത്തുക, ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നിവ അനിവാര്യമാണെന്ന തിരിച്ചറിവാണ് പ്രദർശനം നടത്തിയതിന് പിന്നിലെ ചേതോവികാരമെന്ന് ACN മാധ്യമപ്രവർത്തകൻ പോൾ എയ്ഡോ ഷിക്കേന ന്യൂസിനോട് പറഞ്ഞു. This exhibition here is part of the JMJ, the Youth January, and we are here in this church in the center of Lisbon, a very special church, with an exhibition that I think is very special also because it pretends to show to everybody what it was a unique case, a simple case of that persecution I told you. What happened? Here we have some religious objects that were damaged by the jihadists of the Daesh, the Islamic State terrorist group, when they attacked and occupied several areas in the Iraq and in Syria, in several countries in the world. Nowadays, in this moment we are talking, the Christians are living in fear. The Christians are a target of some groups, radical groups, and we must be united with them, helping them with prayers. That's the most important, but helping them also to recover, to rebuild their churches, to rebuild their lives, and showing them that they are not alone. ഹീറോസ് ഇൻ ഫെയ്ത്ത് എന്ന പേരിൽ ACN സംഘടിപ്പിച്ച പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു എക്സിബിഷൻ. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ നശിപ്പിച്ച ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു. ക്രൈസ്തവ പീഡനങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചിത്രങ്ങളുടെ പ്രദർശനവും വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നവരുടെ ഡോക്യുമെന്ററി ചിത്രങ്ങളുടെ പ്രദർശനവും സംഘടന തയ്യാറാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.